കലർപ്പില്ലാത്ത നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അടിപൊളി നാടൻ പെരട്ട, ഒറിജിനൽ നാടൻ പെരട്ട. അത് കഴിക്കണമെങ്കിൽ തിരുമല വരണം. ഈ പെരട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് സവാള ചേരില്ല കേട്ടോ. പലരും പെരട്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് സവാള ചേർക്കുന്നുണ്ട്. സവാള ചേർക്കുന്ന പറഞ്ഞാൽ സവാള ചേർത്ത് അവർക്ക് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സവാള ചേർത്ത് കഴിഞ്ഞാൽ പെരട്ടിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല കേട്ടോ. എപ്പോഴും വെന്ത് ചെറിയ ചെറിയ പീസുകളായിപ്പോവും. ഈ നാടൻ കോഴി ആയതുകൊണ്ടാണ് ചെറിയ പീസുകളായിപ്പോവും, ചുരുങ്ങിപ്പോകുന്നത്. അത്രയും കിടന്ന് വേകുന്നുണ്ട്. നല്ല ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്ത് റെഡിയായ സാധനം നിങ്ങൾക്ക് ഈ തിരുമല ശ്രീജാസി വന്നാൽ കഴിക്കാൻ പറ്റും. കൂടുതൽ ഇവിടുന്ന് പാഴ്സലാണ് കേട്ടോ പോകുന്നത്. ഈ പറയുന്ന തിരക്ക് കാരണം ഈ സാധനം ഇപ്പം തീരും. ഈ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പോൾ ഒരു 15 മിനിറ്റിനകത്ത് റെഡി ആയി കഴിഞ്ഞാൽ തീരും. ആൾക്കാർ വെളിയിൽ ക്യൂ ആണ്. അപ്പോൾ അത്രയും ഫേമസ് ആയി ഈ ഒരു സംഭവം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ പെരട്ട എങ്ങനെയുണ്ടെന്ന്. വലിയ കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. ഇത് വലിയ എരിയൊന്നുമുള്ള സംഭവമല്ല, എരി കൂട്ടിയിട്ടുള്ള പെരട്ടൊന്നുമല്ല, നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനമാണ്. ഇവിടുത്തെ പ്രത്യേക ഒരു തോരനാണ് കേട്ടോ. അടിപൊളി തോരൻ, നല്ല നാടൻ വെളിച്ചെണ്ണയിലും നാടൻ തേങ്ങയിലുമുള്ള അടിപൊളി തോരൻ. കുട്ടികൾക്കും കൊടുക്കാതെ കേട്ടോ. എരിയൊന്നുമില്ല, വലിയ രീതിക്കുള്ള എരിയൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നാടൻ കോഴി ചെയ്തിരിക്കുന്നത്. ശ്രീജാസ് നാടൻ കോഴി പെരട്ടിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണിത്. ഈ ഒരു കൂട്ടാണ് ഇവിടുത്തെ ചിക്കന്റെ സ്വാദ് കൂട്ടുന്നത്. ഒരു പ്രത്യേകതരം മസാല എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എരിവ് ഒട്ടും തന്നെ കാണില്ല. എണ്ണയിൽ വറുക്കുന്ന മുളക് പൊടിക്ക് എരിവ് കാണത്തില്ലല്ലോ. ഈ കൂട്ടിനെ ലാസ്റ്റ് ചിക്കനിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. അതിൻ്റെ ഒരു മണവും ആ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലപരിമിതിയെ തുടർന്ന് കഴിവതും എല്ലാവരും പാഴ്സൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോംബോ വെറും 190 രൂപ മാത്രം. ഒരു കുട്ടി പുട്ടുണ്ട്, 1/4 കിലോ ചിക്കൻ കോഴി പെരട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഈ കോംബോ ഓഫർ എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. ചിക്കൻ്റെ പാർട്സൊക്കെ മേടിക്കണമെങ്കിൽ 7 മണിക്ക് മുൻപായി കടയിലെത്തണം. ചിക്കൻ്റെ മുട്ടയാണ് കേട്ടോ, അടിപൊളിയായിട്ട്. നമ്മളിന്ന് ബൈക്കും എടുത്തിട്ട് രാത്രി വന്ന തിരുമല ശ്രീജാസിലാണ്. ആ പെരട്ടിൻ്റെയും ആ പാർട്സിൻ്റെയും ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കഴിക്കാനുള്ള സൈഡ് എന്നൊക്കെ പറയുന്നത് കപ്പ, പുട്ട്, പൊറോട്ട, ദോശ, ഇത്ര ഐറ്റമാണ്. കപ്പയൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേനും തീർന്നു പോയി. തോരൻ തീരാറായി കേട്ടോ. തോരന് കൂടുതൽ ഡിമാൻഡാണ്. ഇപ്പോൾ ഇനി ഇത്ര സാധനം കൂടെ സ്റ്റോക്ക് ഉള്ളൂ. സമയം 8:30 ആയതേ ഉള്ളൂ. അതിന് മുമ്പ് സാധനം തീർന്നു. നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു, തീർന്നു പോയി. ഇനി നാളെ വന്നാലേ ഈ തോരൻ കിട്ടുള്ളൂ. 3 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. കൂടുതലും ആൾക്കാർ ഇവിടുന്ന് പാഴ്സലാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. വിശാലമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ആസ്വദിച്ച് കഴിക്കണം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് സ്പേസേ ഉള്ളൂ. അവിടെ നിന്ന് കഴിച്ച് ആസ്വദിച്ച് കഴിക്കാൻ കഴിയില്ല. നമുക്ക് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയി സമാധാനപരമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫുഡാണ്. കൊള്ളാമോ നിങ്ങൾ? അടിപൊളിയാണോ? കട്ടച്ചൽക്കുഴിയുടെ തനതായ രുചി, നാടൻ പെരട്ടിൻ്റെ രുചി നമുക്കിനി തിരുമല ജംഗ്ഷനിലും ആസ്വദിക്കാം. വർക്കിംഗ് ടൈം വരുന്നത് 4 PM to 10 PM ആണ്. 4 മണി മുതൽ 10 മണി വരെയാണ്. നമ്മുടെ ശ്രീജാസിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുമല തീർത്ഥം ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്.